ഒരു പ്രത്യേകതരം ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. അതായത് കൂട്ടുകൂടുക തല്ലിപ്പിരിയ അങ്ങനെ ഒരു പോളിസി എന്റർടൈൻമെന്റ് ആക്കിയെടുത്ത രണ്ട് കൂട്ടുകാർ. NSS ഐക്യം, അതായത് ഹിന്ദു സമുദായത്തിലെ പ്രബല സമുദായങ്ങളാണ് SNDP NSS. അവർ തമ്മിൽ യോജിക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ ആവശ്യമാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ അത് ഉന്നയിക്കുന്നു. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയ്ക്ക് വേണ്ടി അങ്ങനെ അവസാനം അവർ രണ്ടുപേരും ഒന്നിക്കാണ്. സുഹൃത്തുക്കളെ, ഒന്നിക്കാണ്. നായാടി തൊട്ട് നസ്രാണി വരെയുള്ള ഐക്യത്തിന് ശക്തമായി മുമ്പോട്ട് പോകാനും സുമാറുന്നതിൽ ആ ഐക്യം ശക്തമായി മുമ്പോട്ട് പോകാനും അതുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് മുമ്പോട്ട് നീങ്ങാനായിട്ട് യോഗം സാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തി. 8 ദിവസം മുന്നേ വെള്ളാപ്പള്ളി സാറിന്റെയും സുകുമാരൻ നായർ സാറിന്റെയും ആ ഒരു വൈബ് ഒരേ വേവ് ലെങ്തിലായിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തില് രണ്ടാൾക്കും സതീശ് ചേട്ടന് കണ്ണെടുത്താ കണ്ടൂടാ. ഈ സതീശൻ കാണുന്നെങ്കിൽ അയാളൊക്കെ ഊളംപാറയൊക്കെ അയക്കണ്ടേ. സതീശന് ഇവിടെ വലിയ ഉമ്മാക്കിയൊന്നുമല്ല, ചുമ്മാ മനുഷ്യൻ പറഞ്ഞ് കോൺഗ്രസ്സുകാര് പറഞ്ഞ് പെരുപ്പിക്കുന്നതല്ലേ. ഒരാള് പുച്ഛം വാരി വിതറുമ്പോ മറ്റേ ആള് അൾട്ടിമേറ്റ് പുച്ഛം വാരി വിതർന്നു. പാവം സതീശ് ചേട്ടൻ പിന്നെയും പൊതുമധ്യത്തിൽ അപമാനിതനായി. അവസരം കിട്ടുമ്പോഴൊക്കെ സതീശ് ചേട്ടനെ ഏറിക്കേറ്റ പിന്നാലെ പിണറായി സാറിന്റെ കാറിൽ കയറാ. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. അപ്പോ ചായ ഇങ്ങോട്ടായിരുന്നു അല്ലേ? അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ. അങ്ങനെ ജനുവരി 17 ആ ചരിത്ര സംഭവം നടക്കുന്നു. NSSഉം SNDPയും ഏട്ടനെയും അനിയനെയും പോലെ ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലേ. പക്ഷേ പണിപാളി. ചരിത്രം വഴിമാറിയില്ല, മാത്രല്ല പഴയ തല്ലിപ്പിരിയൽ ചരിത്രം ആവർത്തിക്കുകയും ചെയ്തു. ഐക്യമായി മുന്നോട്ട് പോകുന്നില്ല, തീരുമാനമായി മുന്നോട്ട് പോകുന്നില്ല. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? അപ്പൊ കാലത്തിന് അനിവാര്യമായിട്ടുള്ള മാറ്റം വേണ്ടേ? രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി. വെള്ളാപ്പള്ളി നടേശന്റെ നീക്കങ്ങളില് ദുരൂഹമായ രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്. സംതിങ് ഫിഷി എന്നുള്ള തോന്നല് പെട്ടെന്ന് വന്നു. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് സുകുമാരൻ നായർ സാർ വെള്ളാപ്പള്ളി സാറിനെ ഫോൺ വിളിച്ചു. അപ്പൊ വെള്ളാപ്പള്ളി സാർ ആകെ ബിസി. അതോടെ സുകുമാരൻ നായർ സാറിന്റെ മൂഡ് പോയി. നടൻ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരം. ഇനി ഐക്യം ഇല്ല, ഒരു കുന്ത്രാണ്ടോ ഇല്ല, എല്ലാരും എണീറ്റു എന്നായി NSSന്റെ ആറ്റിറ്റ്യൂഡ്. സാറെന്നല്ല, ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതിന് മകനായാലും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. വിട്ടില്ല, വരാനായിട്ട് അനുവാദം ചോദിച്ചു. പറ്റില്ല എന്ന് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളി വരട്ടെ എന്ന് അനുവാദം ചോദിച്ചു അത്രേ. അപ്പൊ എന്നെ വാതിലടച്ചു. 8 ദിവസം മുന്നേ എന്തൊരു സ്നേഹമായിരുന്നു. എനിക്ക് ജനിക്കാതെ പോയ മകനാണ് തുഷാർ എന്നുള്ള രീതിയിലല്ലേ സുകുമാരൻ നായർ സാർ പറഞ്ഞത്. ഞാൻ അദ്ദേഹം വന്ന എന്റെ ഒരു മകനെ പോലെ അനിയനെ പോലെ മകനും അനിയനൊന്നുമില്ല. ഐക്യൊക്കെ പൂട്ടിക്കെട്ടി അട്ടത്ത് കെട്ടി എല്ലാരും പിരിഞ്ഞു പോയാട്ടേന്ന്. ഇനി എന്ത് ചെയ്യും വെള്ളാപ്പള്ളി സാറേ? NSS വാതിലടച്ചല്ലോ. നിങ്ങളോ അതിന്റെ മറുപടികളോ നമുക്കിപ്പോ അപ്രസക്തമാണ്. അതുകൊണ്ട് പ്ലീസ് ഈ ചർച്ച ഇപ്പൊ നമുക്ക് വേണ്ട, കുറച്ച് കഴിയട്ടെ. ബിസി മാൻ. ഓ, പത്മഭൂഷണൊക്കെ കിട്ടിയതോടെ വെള്ളാപ്പള്ളി സാർ ആളാകെ മാറി. എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ. പൊല്ലാപ്പിന് പോകുന്നതിന്റെ ആവശ്യമില്ല. നമുക്കിപ്പോയാലും ഒറ്റയ്ക്ക് പോകുന്നതിനുള്ള എല്ലാ ഇതും NSSനുണ്ട്. അതുകൊണ്ട് നായാടി മുതൽ നസ്രാണി വരെ ഐക്യം ഉണ്ടാക്കുന്നു പറഞ്ഞ ആള് ഇപ്പൊ അതൊന്നും മൈൻഡാക്കാണ്ട് വേറെ ഏതോ ഒരു പാരലൽ വേൾഡിൽ ജീവിക്കണു. ഒരു പത്മഭൂഷൺ വല്ല വിലയുണ്ടാ? അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതൊക്കെ അന്തം ഉണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? അയ്യ സോറി, ഇത് മുമ്പ് പറഞ്ഞതാ. ഇപ്പോഴത്തെ നിലപാട് വേറെയാ. വെള്ളാപ്പള്ളി സാറിന് പത്മഭൂഷൺ കിട്ടിയ സ്ഥിതിക്ക് പാട്ടും മേളവും തുടങ്ങട്ടെ. ഐക്യത്തിന്റെ ദൂതനായി തുഷാർ വെള്ളാപ്പള്ളിനെ വിട്ടത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആ ഐക്യം ഞാൻ വിട്ടുന്നാണ് സുകുമാരൻ നായർ സാർ പറഞ്ഞത്. തുഷാർ വെള്ളാപ്പള്ളി എന്റെ മകനെ പോലെയാണ്, എന്റെ അനിയനെ പോലെയാണെന്ന് പറഞ്ഞാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം അതെന്താണെന്നാണ് ആർക്കും മനസ്സിലാവാത്തത്. എന്തായാലും വെള്ളാപ്പള്ളി സാറിന്റെ റേഞ്ച് പെട്ടെന്ന് മാറിയ സ്ഥിതിക്ക് സുകുമാരൻ നായർ സാറ് ഉടനെ തന്നെ ഇനിയും കൂടുതൽ മനസ്സ് തുറക്കാനാണ് സാധ്യത. അതെന്താവുന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.